നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അധികകാലമായിട്ടില്ല. ഈയിടെ കോളേജിന് മുന്നിൽ മയക്കുമരുന്ന് വിറ്റ കേസിന് മഞ്ജുവാ ഇവനെ പിടിച്ച് അകത്തിട്ടത്. ഇനിയിപ്പോ ഗിരിയേട്ടനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരിക്കും ഭീമൻ ഇത് ചെയ്തതും. ഈ തെളിവ് വെച്ച് കോടതിയിൽ വാദിച്ചാൽ സ്വപ്നയ്ക്ക് എന്തായാലും ജാമ്യം കിട്ടും. ഭീമനെ അറസ്റ്റ് ചെയ്യുകൂടി ചെയ്താൽ സ്വപ്ന ഈ കേസിൽ നിന്നും എളുപ്പത്തിൽ ഊരിപ്പോരും. അവനെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ജോലി ചെയ്യാൻ ഞങ്ങൾ പോലീസുകാരിവിടെ ഉണ്ട്. വെറുതെ നിയമം കയ്യിലെടുക്കാൻ നിൽക്കരുത്. നിയമം സംരക്ഷിക്കേണ്ടവർ നോക്കുകുത്തികളായി നിന്നാൽ ചിലപ്പോ സാധാരണക്കാർക്ക് ഇടപെടേണ്ടി വരും. നിന്റെ ഈ ഹീറോയിസം കാണിക്കലൊക്കെ അവൻ നാട്ടുകാരുടെ അടുത്ത് മതി. ഇവിടെ ഇറക്കിയാൽ നീ വിവരം അറിയും. പോലീസുകാരുടെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. മാഡം, എന്റെ അനിയത്തിയെ നിങ്ങൾ തല്ലിയതിന്റെ ഒരു കണക്ക് ബാക്കിയുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ വായി തോന്നി ഓരോന്ന് പറഞ്ഞ് കിട്ടാനുള്ളതിന്റെ എണ്ണം കൂട്ടരുത്. നീ പോലീസുകാർക്കിട്ട് പണിയോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഫ്രാൻസിസ് സാറേ, ഞാൻ പോലീസുകാരെ തല്ലൂന്ന മാഡത്തിന്റെ സംശയം. സമയം കിട്ടുമ്പോ മാഡത്തിന്റെ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തു കൊടുത്തേക്ക്. ഈ നാട്ടിലെ മാഡം പുതുതായിട്ടല്ലേ, ഈ നാട്ടുകാരെ വേണ്ടത്ര അറിയില്ലായിരിക്കും. മോള് പേടിക്കണ്ട, കോടതിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവൾക്ക് വല്ല ചതവോ ഒടുവോ സംഭവിച്ചിട്ട് അത് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ കോടതി വിശ്വസിക്കും. എന്നാ ഞാൻ വിശ്വസിക്കില്ല. അതിന് ഉത്തരവാദി ആരാണെങ്കിലും ഞാൻ തല്ലും, വീട്ടിൽ കയറി തല്ലും. ഇത് ഗിരിയാ പറയുന്നത്.